നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. IAS തലത്തിൽ വൻ അഴിച്ചുപണിയാണ് നടക്കുന്നത്. തൃശൂർ കളക്ടർ ആരായിരിക്കും എന്നൊരു ചോദ്യം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ഉന്നയിക്കപ്പെട്ടതാണ്. കാരണം തൃശൂർ കളക്ടറായിരുന്ന കൃഷ്ണ തേജയെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിക്കൊണ്ടുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ആവശ്യപ്രകാരമായിരുന്നു ആ നടപടികൾ സ്വീകരിച്ചത്. ഇപ്പോൾ ഇതാ തൃശൂർ കളക്ടർ സ്ഥാനത്തേക്ക് പുതിയ വ്യക്തി എത്തിയിരിക്കുകയാണ്. ലേബർ കമ്മീഷണറായിരുന്ന അർജുൻ പാണ്ഡ്യനെയാണ് തൃശൂർ കളക്ടറായി നിയമിച്ചിരിക്കുന്നത്. ലേബർ കമ്മീഷണറുടെ അധിക ചുമതല വീണ മാധവനാണ് നൽകിയിരിക്കുന്നത്. തൃശൂർ കളക്ടറായിരുന്ന VR കൃഷ്ണതേജ കേരള കേഡറിൽ നിന്നും ആന്ധ്ര കേഡറിലേക്ക് മാറിയതോടെയാണ് പുതിയ കളക്ടറായ അർജുൻ പാണ്ഡ്യനെ നിയമിച്ചിരിക്കുന്നത്. കേഡർ മാറ്റം നടത്തിയത് ആന്ധ്ര ഉപമുഖ്യമന്ത്രി പവൻ കല്യാണിന്റെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി തസ്തികയിൽ കൃഷ്ണതേജയെ നിയമിക്കുന്നതിന് വേണ്ടിയായിരുന്നു. 2016 IAS നേടിയ അർജുൻ പാണ്ഡ്യൻ ഇടുക്കി സ്വദേശിയാണ്. തിരുവനന്തപുരം കിളിമാനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 പഠനം. അതിനുശേഷം കൊല്ലം TKM എഞ്ചിനീയറിംഗ് കോളേജിൽ BTech ബിരുദം പൂർത്തിയാക്കി. 2014 TCSൽ നിന്ന് രാജിവെച്ചു. മുഴുവൻ സമയവും പരിശീലനത്തിൽ ശ്രദ്ധ വെച്ചു. 2016 IAS നേടി. 2019 ഒറ്റപ്പാലം സബ് കളക്ടറായി ചുമതലയേറ്റു. പാലക്കാട് മെഡിക്കൽ കോളേജിന്റെ സ്പെഷ്യൽ ഓഫീസർ പദവിയും ഉണ്ടായിരുന്നു. അതേസമയം കൃഷ്ണ തേജയെ തൃശൂർ ജില്ലാ കളക്ടർ സ്ഥാനത്ത് നിന്നും ഈ ഇടയ്ക്കാണ് മാറ്റിക്കൊണ്ടുള്ള കേന്ദ്ര സർക്കാർ ഉത്തരവ് വന്നത്. കേരള കേഡറിൽ നിന്നും ആന്ധ്ര കേഡറിലേക്ക് മാറ്റിക്കൊണ്ടായിരുന്നു ഉത്തരവ്. ഡെപ്യൂട്ടേഷൻ 3 വർഷത്തേക്കാണ്. കൃഷ്ണ തേജ ഇനി നിയമിതനാകുന്നത് ആന്ധ്ര ഉപമുഖ്യമന്ത്രി പവൻ കല്യാണിന്റെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി തസ്തികയിലേക്കാണ്. ഉപമുഖ്യമന്ത്രിയായ പവൻ കല്യാണിന് ഗ്രാമവികസനം, പഞ്ചായത്തി രാജ് വകുപ്പുകളുടെ ചുമതല കിട്ടി. കൃഷ്ണ തേജയെ പരിഗണിക്കാൻ കാരണമായത് അതുകൊണ്ടാണ്. പ്രളയം, കോവിഡ് കാലത്ത് കേരളത്തിൽ അദ്ദേഹം ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. 2015 ബാച്ച് IAS ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം. ആന്ധ്രയിലെ ഗുണ്ടൂർ സ്വദേശിയായ കൃഷ്ണ തേജ തൃശൂർ സബ് കളക്ടർ, ആലപ്പുഴ കളക്ടർ എന്നീ നിലകളിൽ പ്രവർത്തിച്ച ശേഷമാണ് തൃശൂരിൽ കളക്ടറായി എത്തിയത്. കോവിഡ് കാലത്ത് മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികളുടെ പഠനം സ്പോൺസർമാരെ കണ്ടെത്തി സുരക്ഷിതമാക്കിയ കൃഷ്ണ തേജയുടെ പദ്ധതി ഏറെ ശ്രദ്ധേയമായിരുന്നു. പവൻ കല്യാണിന്റെ സ്റ്റാഫിലേക്ക് പോകുന്നതിന് ഡെപ്യൂട്ടേഷന് കൃഷ്ണ തേജ അനുമതി തേടിയിരുന്നു. സംസ്ഥാന സർക്കാർ എതിർപ്പില്ലെന്ന് അറിയിച്ചതോടെയാണ് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയത്. തൃശൂർ കളക്ടറായി 20 മാസം പൂർത്തിയാകുമ്പോഴാണ് കൃഷ്ണ തേജ ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ ചുമതല ഒഴിഞ്ഞ് കേരളം വിട്ട് ആന്ധ്രയിലേക്ക് പോകുന്നത്.